വാർത്തകളിലേക്ക്. ആലപ്പുഴ സിപിഎമ്മിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ആലപ്പുഴയല്ല എവിടെയായാലും. വാർത്തയിലേക്ക് വരാം. തിരുവനന്തപുരം കണിയാപുരത്ത് പോലീസിന് നേരെ ബോംബേറ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴാണ് ആക്രമണം. തലനാഴിഴയ്ക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. ആണ്ടൂർക്കോണം പായിച്ചുറയിലുള്ള സഹോദരങ്ങളായ ഷമീർ, ഷഫീഖ് എന്നിവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് നാടൻ ബോംബെറിഞ്ഞത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് സംഭവിച്ചത്? ആര്യ, ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാനാണ് മംഗലപുരം പോലീസ് എത്തിയത്. ഈ സമയത്താണ് പ്രതികളായ ഷമീർ, ഷഫീഖ് ഇവർ പായിച്ചിറ സ്വദേശികളാണ്. ഇവരുടെ വീട്ടിലേക്ക് എത്തിയ പോലീസിന് നേരെയാണ് നാടൻ ബോംബ് എറിഞ്ഞത്. സ്ഫോടനമുണ്ടായെങ്കിലും തലനാഴിലേക്ക് പോലീസുകാർ രക്ഷപ്പെട്ടു. 2 പോലീസുകാർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. ഈ ബോംബേറിന് പിന്നാലെ മഴുവും പ്രതികൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. ഇതിൽ ഒരാള് പിന്നീട് സ്റ്റേഷനിൽ ഷമീർ ആത്മഹത്യക്ക് ശ്രമിച്ചു. കഴുത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ആണ് ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 പോലീസുകാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നേരത്തെ ഉള്ള ഗുണ്ടാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പോലീസിന് നേരെ ബോംബേറുണ്ടായിരിക്കുന്നത്. ആര്യ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് കണിയാപുരത്ത് പോലീസിന് നേരെ ബോംബേറ്. പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഏതായാലും പോലീസുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു.